നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. ബംഗളൂരുവിൽ ചിട്ടിക്കമ്പനി നടത്തി കോടികളുമായി മലയാളി ദമ്പതിമാർ മുങ്ങി. ഇരകളായവർ ഏറെയും മലയാളികൾ. ബംഗളൂരുവിൽ ചിട്ടിക്കമ്പനി നടത്തി ഒട്ടേറെ പേരിൽ നിന്നുമുള്ള കോടിക്കണക്കിന് രൂപയുമായി മലയാളി ദമ്പതികൾ മുങ്ങിയെന്ന് പരാതി. ബംഗളൂരു രാമമൂർത്തി നഗറിൽ A&A ചിട്ടി ഫണ്ട് നടത്തിയിരുന്ന AV ടോമി, ഭാര്യ ഷൈനി ടോമി എന്നിവരുടെ പേരിലാണ് പരാതി. ഇവരുടെ പേരിൽ രാമമൂർത്തി നഗർ പോലീസ് കേസെടുത്തു. ബുധനാഴ്ച മുതൽ ഇവരെ കാണാതായെന്നാണ് പരാതി. വീടും വാഹനവും വിറ്റ ശേഷം മുങ്ങിയതാണെന്ന് പറയുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കമ്പനിയുടെ ഓഫീസിൽ ഏതാനും ജീവനക്കാരുണ്ടെങ്കിലും അവർക്ക് ഇവരെ പറ്റി വിവരമില്ലെന്ന് പറയുന്നു. തുടർന്നാണ് നിക്ഷേപകർ പോലീസിനെ സമീപിച്ചത്. രാമമൂർത്തി നഗർ സ്വദേശിയായ റിട്ടയർഡ് ജീവനക്കാരനാണ് ആദ്യം പരാതി നൽകിയത്. തനിക്കും ഭാര്യയ്ക്കും റിട്ടയർമെന്റ് ആനുകൂല്യം കിട്ടിയ തുകയും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വാങ്ങിയ തുകയും ഉൾപ്പെടെ 70 ലക്ഷം രൂപ ചിട്ടിക്കമ്പനിയിൽ നിക്ഷേപിച്ചതായി പരാതിയിൽ പറഞ്ഞു. ഈ പണവുമായിട്ടാണ് ഉടമകൾ മുങ്ങിയതെന്ന് ആരോപിച്ചു. കൂടുതൽ നിക്ഷേപകർ പോലീസ് സ്റ്റേഷനിലെത്തി. ഞായറാഴ്ച വൈകിട്ടോടെ 265 പേർ പരാതിയുമായി എത്തിയെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത്. 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി സംശയിക്കുന്നു. പണം നഷ്ടമായവരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസം നേടിയെടുത്തതിനാലാണ് ചിട്ടിയിലും നിക്ഷേപ പദ്ധതികളും ഇത്രയധികം നിക്ഷേപമുണ്ടായത്. 25 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ചിട്ടി കമ്പനിയാണിത്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.